ട്രാവൽ വ്ളോഗറായിട്ടുള്ള ദിൽഷാദ് യാത്ര ടുഡേയെ കാണാനില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യാത്ര ടുഡേ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേരാണ്. ഈ പേരിൽ തന്നെയാണ് ഇദ്ദേഹം ഫേമസ് ആവുന്നതും. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ട്രാവൽ വ്ളോഗറാണ് ഇദ്ദേഹം. ആഫ്രിക്കയിൽ പോയി അവിടെ കൊടും വരൾച്ച അനുഭവിച്ചിരുന്നവർക്ക് കിണർ കുഴിച്ചു കൊടുത്തതോടെയാണ് ദിൽഷാദ് വലിയ രീതിയിൽ പ്രശസ്തനാവുന്നത്. ദിൽഷാദ് ഒരു സാധാരണ ട്രാവൽ വ്ളോഗർ ആയിരുന്നില്ല. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടും കണ്ണും ചിമ്പിക്കുന്ന കാഴ്ചകളും ഒന്നും ആയിരുന്നില്ല ദിൽഷാദിന്റെ ലക്ഷ്യം. അധികം ആരും കാണിക്കാത്ത ഒരു നാടിന്റെ തനത് സംസ്കാരവും അൺഫിൽറ്റേഡ് ആയിട്ടുള്ള കാഴ്ചകളും അയാൾ തന്റെ വ്ളോഗുകളിലൂടെ കാണിക്കാറുണ്ടായിരുന്നു. ട്രാവൽ വ്ളോഗർമാർക്കിടയിൽ ഒരു വ്യത്യസ്തനായിരുന്നു ഇദ്ദേഹം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ ആഫ്രിക്കയിൽ പോയി കിണർ കൊണ്ടാക്കി കൊടുക്കാൻ മെനക്കെട്ടത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോയി കണ്ടു പോരുക എന്നല്ലാതെ ഇമാതിരി പരിപാടിക്കൊക്കെ നിൽക്കും. നമുക്ക് എന്തായാലും ദിൽഷാദിനെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് ഒന്ന് കണ്ടു നോക്കാം. മലപ്പുറത്ത് നിന്ന് പോയ ട്രാവലർ ബ്ലോഗറെ കാണാനില്ലെന്ന് പരാതി. മലപ്പുറം ചേലമ്പ്ര പുല്ലിപ്പറമ്പ് പാറയിൽ സ്വദേശി ദിൽഷാദിനെയാണ് കാണാതായത്. 4 ദിവസമായി യാതൊരു വിവരവുമില്ല. ഈ മാസം 6-നാണ് യാത്രയുടെ ഭാഗമായി വീട്ടിൽ നിന്ന് പോയത്. കുടുംബത്തിന്റെ പരാതിയിൽ തെഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേരുകയാണ്. ജംഷീർ, ദിൽഷാദ് എപ്പോഴാണ് യാത്ര പോയത്, എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വീട്ടുകാരോട് നൽകിയിരുന്നോ? എവിടെ വെച്ച് മിസ്സായി എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും അവസാനമായി അസമിൽ നിന്നാണ് 4 ദിവസം മുൻപ് ഇദ്ദേഹത്തിന്റെ ഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ ഇദ്ദേഹം ഇങ്ങനെ യാത്ര പോകുന്ന ഒരാളാണ്. നമുക്കറിയാം, ഈ യാത്ര ടുഡേ എന്നൊരു യൂട്യൂബ് ചാനലാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ യാത്ര ചെയ്ത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എന്നുള്ളത്. ഇത്തരത്തിൽ ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യത്തെ വിവിധ രാജ്യങ്ങളിലടക്കം യാത്ര ചെയ്ത ഒരാളാണ്. ഇങ്ങനെ യാത്ര കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇത്തരത്തിൽ യാത്ര പുറപ്പെട്ടത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് യാത്ര പുറപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ യാത്ര പുറപ്പെടുമ്പോഴും ഇത്തരത്തിൽ വീട്ടുകാരുമായിട്ടൊക്കെ കണക്ഷൻ, സുഹൃത്തുക്കളായിട്ട് കണക്ഷൻ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഇദ്ദേഹവുമായി യാതൊരു തരത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ ഐ എം ക്വിറ്റ് എന്നുള്ള ഒരു പോസ്റ്റ് 4 ദിവസം മുൻപ് ഇട്ടതായി പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹവുമായി യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബന്ധുക്കൾ തെഞ്ഞിപ്പാലം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തെഞ്ഞിപ്പാലം പോലീസ് ഇപ്പോൾ ഈ പരാതി എടുത്തിരിക്കുന്നു. അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതാണ്ട് 1 മില്യണിലധികം ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ യാത്രകൾ നടത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബത്തിന്റെ പരാതിയിൽ തെഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദിൽഷാദ് തന്റെ യൂട്യൂബ് ചാനൽ അവസാനമായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കൊൽക്കത്തയിലെ സോനഗച്ച് എന്ന പ്രദേശത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. ജൂലൈ 21-നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കാണാതാവുന്നതിന് മുമ്പ് ദിൽഷാദ് അവസാനമായി ഉണ്ടായിരുന്നത് ആസാമിലായിരുന്നു എന്നുള്ളൊരു പരക്കെ അഭിപ്രായമുണ്ട്. ന്യൂസ് റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ലാസ്റ്റ് മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് ആസാമിലാണെന്ന് പോലീസ് പറഞ്ഞു എന്ന് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മേ ബി ദിൽഷാദ് കൊൽക്കത്തയിൽ നിന്ന് നേരെ ആസാമിലേക്കായിരിക്കും യാത്ര പോയിട്ടുണ്ടാവുക. ആസാമിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. അതിഭീകരമായിട്ടുള്ള വെള്ളപ്പൊക്ക കെടുതിയിലാണ് ആസാം ഇപ്പോൾ ഉള്ളത്. ദിൽഷാദ് അവസാനമായി ആസാമിലാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആസാമിനെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്ന് എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ 5 ദിവസം മുമ്പ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഐ ആം ക്വിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ദിൽഷാദ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് സൈഡിൽ കൊടുക്കാം. ഈ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദിൽഷാദിനെ അറിയുന്നവർ പറയുന്നത് അവന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സാധാരണ എല്ലായ്പ്പോഴും യാത്ര പോകുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ ആളാണ്. പക്ഷെ എന്തുകൊണ്ട് ഐ ആം ക്വിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. അതിനിടയിൽ ഇതെല്ലാം റീച്ചിന് വേണ്ടിയുള്ള നാടകം മാത്രമാണെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് കേട്ടോ. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം പല ഇൻഫ്ലുവൻസർമാരും ഇമാതിരി പരിപാടി ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷെ ദിൽഷാദ് ഒരിക്കലും റീച്ചിന് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യൂല എന്നുള്ളതാണ് അവനെ അറിയുന്നവർ പറയുന്നത്. ദിൽഷാദിന്റെ നാട്ടുകാരൻ്റെതെന്ന് പറയുന്ന ഒരു കമന്റ് പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. ദിൽഷാദ് മുങ്ങിയത് റീച്ചിന് വേണ്ടിയോ? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിരുന്നല്ലോ. വെറുതെ ഒരു എഴുതി വിടുന്നത് എന്തിനാ? ശരിക്കും നീ പറയുന്നത് സത്യമാണ്. പലരും ഫോൺ വിളിച്ച് പലരും മെസ്സേജ് അയച്ചു ഉള്ളതാണോ എന്ന് സത്യാവസ്ഥ എന്തൊക്കെ? അവന് നാട്ടുകാരനും അവനെ അറിയുന്നവരും ആയതുകൊണ്ട് പറയട്ടെ. ഈ മാസം 6-ാം തീയതി ബൈക്കുമായി സാധാരണ പോകുന്നത് പോലെ പോയതാണ് അവൻ. 5 ദിവസം മുമ്പ് വരെയുള്ള അപ്ഡേറ്റ് വീഡിയോ ആയിട്ടും സ്റ്റോറി ആയിട്ടും സോഷ്യൽ മീഡിയ ആർക്കും നോക്കിയാലും കാണാൻ പറ്റും. അതിനുശേഷം അവൻ ഒരു സ്റ്റോറി കൂടി ഇട്ടിരുന്നു. അതിൽ അവൻ ഐ എം ക്വിറ്റ് എന്ന് എഴുതി അവസാനിപ്പിച്ചു. പലരും അതിന് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവന്റെ യാതൊരു വിവരവും അവന്റെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ കിട്ടിയില്ല. 2 ദിവസങ്ങളായി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ അവർ നിൽക്കുന്നുണ്ട്. ലോകത്തിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഒറ്റയ്ക്ക് പോയ അവൻ വരുമെന്നും വൈകിയാണെങ്കിലും വിളിക്കുമെന്നും അവർ കരുതി നിന്നു. എന്നാൽ അതുണ്ടായില്ല. ആ കാരണത്താൽ അവർ മിസ്സിംഗ് കേസും രജിസ്റ്റർ ചെയ്തു. ഇതാണ് ഇപ്പോൾ നാട്ടിൽ അവസാനമായി നടന്ന സംഭവം. ഇനി വല്ല വിവരം കിട്ടുകയാണെങ്കിൽ ഇതിലൂടെയോ മറ്റേതിലെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെയോ അറിയിക്കാം. വെറും ഒരു റീച്ചിന് വേണ്ടി മാത്രം മുങ്ങി നടക്കുന്നവനല്ല ദിൽഷാദ്. അത് അവനെ അറിയുന്നവർക്ക് അറിയാം. അങ്ങനെ ഒരു റീച്ച് അവന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അവൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പ്രാർത്ഥിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അവൻ എവിടെയാണോ, അവൻ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ ആർക്കും ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അവസാനം അവൻ ഒറീസയിലാണെന്ന് മാത്രം അറിയാം. ഇതാണ് സത്യം. ദിൽഷാദ് അവസാനം
അവസാനമായി ഉണ്ടായിരുന്നത് ഒറീസയിലാണെന്നുള്ളതാണ് ഈ കമന്റ് ഇട്ട ആൾ പറയുന്നത്. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ന്യൂസിൽ പറയുന്ന ആസാമിലാണെന്ന്, നാട്ടുകാരും പറയുന്ന ഒറീസയിലാണെന്ന്. എന്നാൽ ദിൽഷാദ് അവസാനമായി വ്ലോഗ് ചെയ്തതാണെങ്കിലോ കൊൽക്കത്തയിൽ വെച്ചു. എവിടെ ആയിരുന്നാലും അദ്ദേഹത്തിന് അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്ന പോലെ ദിൽഷാദ് ആസാമിലാണ് ഉള്ളതെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം കാരണം നെറ്റ്വർക്ക് ഇഷ്യൂവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം. ചിലപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ കുടുങ്ങി പോയതാവാം. പക്ഷെ അപ്പോഴും അയാൾ കിട്ടിയെന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലേ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഫ്രിക്കയിൽ പോയി കിണർ കുഴിച്ചു കൊടുത്ത ആളാണ് ഈ പറഞ്ഞ ദിൽഷാദ്. ദിൽഷാദ് ആദ്യമായി ആഫ്രിക്കയിൽ പോകുന്നത് ബൈക്കിലാണ്. ആ യാത്രയിൽ അവിടെ ഒരു തുള്ളി കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളെ ദിൽഷാദ് കണ്ടുമുട്ടി. കുട്ടികളും വയസ്സായവരും എല്ലാം ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട അവസ്ഥ, എന്നിട്ട് കിട്ടുന്നതോ ചളിവെള്ളവും. ഈ ഒരു അവസ്ഥ കണ്ടതോടെയാണ് അവർക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ള ആശയം ദിൽഷാദിന്റെ മനസ്സിൽ ഉദിക്കുന്നത്. അങ്ങനെ അന്ന് ആഫ്രിക്ക യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയ ദിൽഷാദ് പിന്നീട് 1-2 വർഷത്തിന് ശേഷം വീണ്ടും ആഫ്രിക്കയിലേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ദിൽഷാദിന് ഇത്തവണത്തെ യാത്ര ബുള്ളറ്റിലായിരുന്നില്ല കേട്ടോ, മറിച്ച് ജീപ്പിലായിരുന്നു. അങ്ങനെ മലയാളിയായിട്ടുള്ള ഒരു യുവാവ് ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിൽ ചെന്ന് ഒരു കിണർ കുഴിച്ചു കൊടുത്തു. അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ? അങ്ങനെ അത് വൻ രീതിയിലുള്ള വാർത്തയായിട്ട് മാറി. അങ്ങനെ അന്ന് മാതൃഭൂമി ന്യൂസിൽ ദിൽഷാദിന്റെ ഒരു അഭിമുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ വെച്ചുള്ള യാത്രയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ ദിൽഷാദ് ഈ അഭിമുഖത്തിൽ വെച്ച് പറയുന്നുണ്ട്. കിണർ കുഴിച്ചു കൊടുത്തത് കാരണം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ച് ചോദ്യം ചെയ്ത കാര്യം വരെ ദിൽഷാദ് ഈ അഭിമുഖത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും ഈ അഭിമുഖത്തിന്റെ ചെറിയ ഭാഗം കണ്ടോ. ഒരു കേരള രജിസ്ട്രേഷൻ ധാറിൽ ആഫ്രിക്ക കറങ്ങി. വെള്ളം കിട്ടാത്തവർക്കായി കിണറുകൾ സ്ഥാപിച്ചു. സർക്കാർ സ്കൂളിൽ വരെ കിണർ കുഴിച്ചു. അവിടുത്തുകാർക്ക് ദൈവതുല്യനായി. 11 മാസം മുൻപ് മലപ്പുറത്തു നിന്ന് യാത്ര തുടങ്ങിയ, പേരിനൊപ്പം യാത്രയെ ചേർത്ത ദിൽഷാദ് യാത്ര ടുഡേ. 2019 ശരിക്ക് ഞാനൊരു ലോങ് യാത്രക്ക് വേണ്ടി ഞാനൊരു ബുള്ളറ്റ് വാങ്ങി. ആ യാത്ര ശരിക്ക് കേരളത്തിൽ നിന്ന് കാശ്മീറും കാശ്മീരിൽ നിന്ന് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളും ഒക്കെ കവർ ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു 4 മാസം ഒരു യാത്ര പ്ലാൻ ചെയ്തൊരു ബുള്ളറ്റ് വാങ്ങി. ഈ ബുള്ളറ്റിലായിരുന്നു പിന്നീട് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് 2021 ഇന്ത്യ ടു ആഫ്രിക്ക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ബുള്ളറ്റ് യാത്ര തുടങ്ങുന്നത്. ശരിക്കും അതിൽ ട്രാപ്പായി പോകുന്നത് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ്. അതായത് മൊസാംബിക് എന്നുള്ള രാജ്യത്ത് എനിക്ക് ആദ്യമായിട്ട് ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് കിട്ടിയ ഒരു പരിചയക്കാരൻ, ഒരു മലയാളി മൊസാംബിക് എന്ന് പറഞ്ഞ രാജ്യത്തുള്ള ആളായിരുന്നു. വാഹനം നേരെ മൊസാംബിക്കിലേക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ അതൊരു മണ്ടൻ തീരുമാനമായി പോയി എന്ന് തോന്നിയത് ഈ വാഹനം മൊസാംബിക്കിൽ എത്തിയിട്ട് മൊസാംബിക്കിൽ നിന്ന് ഈ സാധനം എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ 3 മാസത്തോളം കസ്റ്റംസ് ഈ വണ്ടി പിടിച്ചു വെച്ചിട്ട് എന്നോട് വില പേശിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വാഹനം എനിക്ക് വിട്ടു തരാൻ വേണ്ടി. അന്നാണ് ഞാൻ ശരിക്കും ആഫ്രിക്കനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു 3 മാസക്കാലം വണ്ടി കസ്റ്റംസിൽ കിടന്നിട്ടാണ് ഈ ഒരു ബുള്ളറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ 2.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് അങ്ങനെ തുടങ്ങിയൊരു യാത്ര. ആഫ്രിക്കയിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ തീർത്തും കൈപ്പേറിയ അനുഭവമാണ് ദിൽഷാദിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നമ്മളാണെങ്കിൽ രണ്ടാമത് വീണ്ടും ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 10 തവണയെങ്കിലും ആലോചിക്കും അല്ലേ? കാരണം ആദ്യ യാത്രയിൽ അത്രയും മോശം അനുഭവമല്ലേ നേരിടേണ്ടി വന്നത്. പക്ഷെ ദിൽഷാദിന് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആദ്യ യാത്രയിൽ മോശം അനുഭവം ഉണ്ടായി എന്ന് കരുതി തന്റെ ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ ദിൽഷാദ് തയ്യാറായിരുന്നില്ല. കൂടുതൽ ശക്തമായി തന്നെ അദ്ദേഹം തന്റെ അടുത്ത ആഫ്രിക്കൻ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അങ്ങനെ ഒരു മഹീന്ദ്ര താർ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ആഫ്രിക്കയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അതൊന്നും കണ്ടോ. മൊസാംബിക്ക്, സിംബാബ്വെ, സാംബിയ, മലാവി, ഉഗാണ്ട, ബുറൂണ്ടി, കെനിയ, ഇങ്ങനെ ഒരു 8-10 രാജ്യങ്ങളൊക്കെ കറങ്ങി തിരിച്ച് ടാൻസാനിയയിൽ എത്തുമ്പോഴേക്കും 6 മാസമായിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ഈ മാസമായതുകൊണ്ട് ഭയങ്കര വരൾച്ചുള്ള സമയം. എവിടെ നോക്കിയാലും ഈ വരൾച്ചയും ഈ കഴുതപ്പുറത്തൊക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ ഡ്രം എടുത്തിട്ട് മഞ്ഞ കന്നാസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ കുടിക്കാൻ എനിക്ക് വെള്ളം കിട്ടാത്ത സമയത്താണ് ഞാനിതിൻ്റെ ഒരു പ്രയാസം നേരിട്ട് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എവിടെയെങ്കിലും വലിയ ടൗണിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കിട്ടും. അവിടെ ഈ കുപ്പിവെള്ളം വാങ്ങും. ഈ കുപ്പിവെള്ളം ശരിക്കും അവർക്ക് നിധി പോലെയാണ്. നമ്മൾ ഈ കുപ്പിവെള്ളമൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് കുടിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കും. പക്ഷെ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇനി ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോയി ഒരു 10 കിണർ ചെയ്തു കൊടുക്കണം. അപ്പോഴേക്കൊക്കെ യൂട്യൂബൊക്കെ സെറ്റായി അതിൽ നിന്ന് വരുന്ന ഇൻകം കൊണ്ട് കിണർ ചെയ്തു കൊടുക്കാനുള്ള ധാരണയിലാണ് 2023 ഞാനൊരു മഹീന്ദ്ര താർ എടുത്തിട്ട് ആഫ്രിക്കയിലേക്ക് വീണ്ടും യാത്ര പോകുന്നത്. പിന്നെ എത്ര പേർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചെയ്യാൻ കഴിയുന്നത് പോട്ടെ, എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും? ചില്ലറ കാര്യമാണോ ഇത്? ആഫ്രിക്കയിൽ പോയി കിണർ കുഴിച്ചു കൊടുക്കുക ചില്ലറ വിൽപ്പവർ ഒന്നും പോരാ മക്കളെ. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാത്തൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒരുപാട് പേര് ഒരുമിച്ച് പോയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുള്ളത്. അവിടെയാണ് ദിൽഷാദിനെ നമിച്ചു പോകുന്നത്. ആഫ്രിക്ക പോലത്തെ ഒരു സ്ഥലത്ത്, അതും അവിടുത്തെ ഉൾനാടുകളിൽ ഒറ്റയ്ക്ക് പോയി കിണർ കുഴിച്ചു കൊടുക്കുക. ദിൽഷാദിനെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ
കൊടുക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഭയങ്കര ബഹുമാനം തോന്നി പോവുകയാണ്. ഇദ്ദേഹത്തെയൊക്കെയാണ് അച്ഛനും തെറ്റാതെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ടത്. ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയും. അവിടുത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി വ്ളോഗാക്കി മാറ്റാൻ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ഒരു സ്ഥലത്ത് പോയി ഏറ്റവും താഴെക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ദിൽഷാദിനൊന്നും സംഭവിക്കില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്. എന്തായാലും ബാക്കിയുടെ കേട്ടോ. മൊംബാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഉൾഗ്രാമങ്ങൾ കയറി 100 കിലോമീറ്റർ പോയപ്പം ഞാൻ മുമ്പ് അതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേ സാഹചര്യം. വെള്ളമില്ലാത്ത ആളുകൾ ഈ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ വരി നിൽക്കും. അതായത് ഓൾറെഡി ഉള്ള പുഴകളിൽ വീണ്ടും കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ചെളിവെള്ളം ഉണ്ടാവും. ഈ ചെളിവെള്ളം ഒരു കന്നാസിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഊറി ഈ മേലത്തെ ചെളികളൊക്കെ പോകുമ്പോൾ മേലെ കുറച്ച് തെളിഞ്ഞ വെള്ളം കിട്ടും. ഈ വെള്ളമാണ് ഇവർ കൊണ്ടുപോയിട്ട് കുടിക്കുക. അങ്ങനെ അവിടെ ഒരു കിണർ ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിൻ്റെ കൂടെ ഒരു സുഹൃത്ത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഫസൽ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തന്നെ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ആളുകളെ വിളിച്ചു, പണിക്കാരെ വിളിച്ചു. നമ്മളൊരു കിണർ നേരിട്ട് ഇറങ്ങിയിട്ട് അന്ന് ചെയ്യാണ്. ഇന്ത്യയിൽ മൊംബാസയിലാണ് ആദ്യത്തെ കിണർ ചെയ്യുന്നത്. ആ കിണറോട് കൂടിയിട്ട് നമ്മുടെ സ്വപ്നം, അതായത് ആഫ്രിക്കയിൽ ഒരു കിണർ ചെയ്തു കൊടുക്കണം എന്നുള്ള സ്വപ്നം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം താൻസാനിയയിൽ വന്നു, അവിടെ 3 കിണർ. അവിടുന്ന് സാംബിയയിൽ കുഴൽക്കിണർ. ഒരുപാട് പേരൊക്കെ പോയിക്കും സഹായിക്കാനൊക്കെ ആയിട്ടും. ഏറ്റവും ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്ത് തീർത്ത ഒരു കിണറിൻ്റെ വർക്ക് ഒരു സ്കൂളിൽ ഞാൻ ഒരു കിണർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കാസിമാപ്പിയ എന്ന ആ ഗ്രാമത്തിൻ്റെ പേര്. ഗ്രാമത്തിലൊരു കിണർ ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് അവിടെ വെള്ളം കിട്ടിയെന്ന് കണ്ട സമയത്ത് ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നമ്മുടെ സ്കൂളിൽ വെള്ളമില്ല. അവിടെ ഓൾറെഡി ചർച്ചിൻ്റെ കീഴിൽ ഒരു കിണർ കുഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വെള്ളം കാണാത്തതുകൊണ്ട് ഇട്ട് പോയി അവർ. പക്ഷേ ഇവിടെ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയ ഒരു സ്ഥലമാണ്. വെറുതെ കുറേ കുട്ടികൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ. കാരണം കുട്ടികൾ ഡെയിലി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോകണം, 1.5 കിലോമീറ്റർ നടക്കണം. പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെ ചുമതല വെള്ളം കൊണ്ടുവരാനുള്ളത്. എന്നിട്ട് ഈ കുട്ടികൾ തലയിൽ വലിയ ബക്കറ്റൊക്കെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഓരോ പീരീഡ് ഓരോ കുട്ടികൾക്കാണ് ഈ വെള്ളം കൊണ്ടുവരേണ്ടത്. ഓരോ ക്ലാസ്സിന് ഓരോ പീരീഡ് വെച്ചിട്ട് വെള്ളം കൊണ്ടുവരാനൊരു പീരീഡ്. ഒരു 10-12 മീറ്റർ ആയപ്പോഴത്തിന് മണ്ണൊക്കെ നല്ല നനവുള്ള മണ്ണ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഈ സാധനം വെള്ളം മേലെ എത്തിക്കാനുള്ളൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെ ടാങ്ക് ഉണ്ടാക്കി. അതിൻ്റെ മേലെ ടാങ്ക് വെച്ചിട്ട് പിന്നെ 100 മീറ്റർ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു ടോട്ടൽ ഏരിയ എന്നുള്ളത്. 25ാമത്തെ ദിവസം വെള്ളം നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുത്ത് ടാങ്കിൽ വെള്ളമായി. പിന്നെ പൈപ്പിൽ വെള്ളം എത്തിച്ച് പൈപ്പ് തുറക്കുന്ന സമയത്ത്, അതായത് കുട്ടികൾക്ക് 1.5 കിലോമീറ്റർ അപ്പുറം പോയി വെള്ളം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിന്ന് 25 ദിവസം കൊണ്ട് ടോട്ടലി ആ സ്കൂളിൻ്റെ സിലബസിൽ നിന്ന് മാറ്റം വരികയാണ്. ഇവർക്ക് നമ്മുടെയൊക്കെ സ്കൂളിനെ പോലെ തന്നെ സ്കൂളിൻ്റെ നേരെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്ന രീതിയിലേക്കാവുകയാണ്. പിന്നെ വെള്ളം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നൊരു രംഗമുണ്ട്. ഞാനപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അതായത് എനിക്ക് ഈ കുട്ടികൾ വെള്ളം എടുക്കുന്ന ഒരു വീഡിയോ കിട്ടിയാൽ മതി. പക്ഷെ കുട്ടികളൊക്കെ ഓടി ആദ്യം എൻ്റെ അടുത്തേക്കാണ് വന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ആ സമയത്ത് ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് നിൽക്കുക. ആ സമയത്ത് കുട്ടികൾ ഓടി വന്നിട്ട് സത്യത്തിൽ നമ്മളെ കണ്ണിറങ്ങിയൊരു സംഭവമാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ ഈ കെട്ടിപ്പിടിച്ചിട്ടും കരഞ്ഞിട്ടും അവരെ സന്തോഷം പങ്കുവെച്ചിട്ടാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോണത്. വെള്ളം കെട്ടി നിറയുമ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനും വലിയ അച്ചീവ്മെന്റ് എന്താണ് വേറെ ഉള്ളത് അല്ലേ? മര്യാദക്കൊന്ന് പഠിക്കാൻ പോലും കഴിയാതെ ഇടയ്ക്കിടെ കിലോമീറ്ററുകൾ താണ്ടിപ്പോയി തലയിൽ വെള്ളവും ചുമന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന കുട്ടികളുടെ അവസ്ഥക്കാണ് ദിൽഷാദ് പരിഹാരം കണ്ടത്. അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ലക്ഷ്യത്തിൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. എന്തൊരു മെനക്കേടാണ് ഇതൊക്കെയെന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ട്രാവൽ വ്ളോഗർമാർ നമുക്കിടയിലുണ്ട്. ആരെങ്കിലും ഇതേപോലെ ഒരു നാട്ടിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുകയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ മാറ്റം കൊണ്ടുവന്ന അധികം ആളുകൾ എന്തായാലും ഉണ്ടാവില്ല. ദിൽഷാദ് ചെയ്തതിന്റെ മഹത്വം അറിയണമെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കണ്ടാൽ മതി. ഈജിപ്തിൽ വെച്ചുണ്ടായ യാത്രക്കിടയിൽ തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഇന്നും ആ അനുഭവം ഓർക്കുമ്പോൾ തനിക്ക് ഖേദം തോന്നാറുണ്ട് എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട്. എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു സ്പീച്ചാണിത്. കുറച്ച് ലെങ്ത് ഉള്ള ക്ലിപ്പാണ്. എന്നാലും അത് മുഴുവനായിട്ടും കേട്ടാൽ മാത്രമേ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ദിൽഷാദ് ചെയ്തതിന്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. നമുക്ക് എന്തായാലും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം അവസാനിപ്പിക്കാം. ചില മനുഷ്യരുടെ ജീവിതം അടുത്തുനിന്ന് കണ്ടപ്പോൾ നമ്മൾ വേണ്ടത്ര അവരോട് സഹാനുഭൂതി കാണിച്ചില്ല എന്നൊരു തോന്നൽ അവിടെ നിന്ന് മടക്കയാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതിലൊരു ആൾ ഇപ്പോഴും എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഈജിപ്തിൽ വെച്ചാണ് ഞാൻ ചെല്ലുമ്പോൾ ഈജിപ്തിലെ ഭരണമാറ്റം ഉണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ ടൂറിസ്റ്റുകളിൽ ഒരാളായിട്ട് ഞാൻ പോയത്. എന്ന് വെച്ചാൽ ഭരണമാറ്റം ഉണ്ടാകുന്നു, കുറേ അട്ടിമറി ഉണ്ടാകുന്നു, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ പല പൊതുസ്ഥാപനങ്ങളും കത്തിക്കുന്നു, ജനങ്ങൾ വലിയ അക്രമാസക്തരാകുന്നു. അത് കഴിഞ്ഞൊരു ഭരണം മാറുന്നു, പുതിയ ഭരണാധികാരി വരും. അപ്പോൾ ടൂറിസ്റ്റുകൾ ആരും വരാതായി. പിന്നീട് ആദ്യമായിട്ട് അവിടേക്ക് ചെല്ലുന്ന ഒരു വിദേശി എന്ന മട്ടിലാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്ന വിമാനത്തിൽ തന്നെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അത് തന്നെ പലതും ഉദ്യോഗസ്ഥരൊക്കെയാണ്. അപ്പോൾ ഒരു വൈകുന്നേരം ഞാൻ നടക്കാനിറങ്ങുമ്പോൾ നൈലിൻ്റെ തീരത്തോടെ നടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഈജിപ്ഷ്യൻ വേഷം ധരിച്ചയാൾ. അദ്ദേഹം എന്നോട് പറയുന്നു, ഈ നൈലിലൂടെ ഒരു പാവഞ്ചിയിൽ കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് സത്യത്തിൽ വഞ്ചി യാത്ര ഇത്തിരി ഭയമുള്ള ആളാണ്. നീന്തൽ അറിയില്ല, അതാരും പറയണ്ട. എനിക്ക് നീന്തൽ അറിയില്ല. അതിന് വലിയൊരു പേടിയുണ്ട് എനിക്ക്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നൈൽ നദിയിൽ മുങ്ങി മരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് അത് തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ലേ പറയുന്നത്, അദ്ദേഹം ഇംഗ്ലീഷ് അറിയാം, എൻ്റെ കൂടെ വരൂ, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് താല്പര്യം, ഞാൻ നാളെ കൂടി ഇവിടെയുണ്ട്, നാളെ വൈകിട്ട് വന്നിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സുഹൃത്തെ ഇവിടുത്തെ കാര്യമൊക്കെ അറിയാമല്ലോ, എനിക്ക് 6-7 മക്കളുണ്ട്, ഇവിടുന്ന് കുറച്ച് അകലെയാണ് എൻ്റെ ഗ്രാമം. എത്രയോ നാൾ കൂടിയാണ് ഞങ്ങളൊരു ടൂറിസ്റ്റിനെ കാണുന്നത്, ഒരു വിദേശിയെ കാണുന്നത്. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതപ്പെടുന്ന കാഴ്ചയൊന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഈ 7-8 മക്കളുള്ള എൻ്റെ വീട്ടിൽ അതൊരു വലിയ ആശ്വാസമാകും. അത് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഫീൽ ചെയ്തു. ശരി പോകാമെന്ന് പറഞ്ഞ് വള്ളത്തെ കയറി ഈ കാഴ്ചകളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്പോൾ എനിക്കൊരു ഭയമുണ്ട്. ഈ ഭയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രമുള്ളൊരു ടൂറിസ്റ്റായിട്ട് ആ നാട്ടിൽ അധികം ആളുകളെ തെരുവിലൊന്നും കാണുന്നുമില്ല. അപ്പോൾ ഈ പട്ടിണിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, കുറേ കാലമായിട്ട് ടൂറിസ്റ്റുകൾ വരാത്ത ഒരു പ്രദേശത്തെ ജനത്തിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ അന്ന് വില പിടിച്ച ക്യാമറയുണ്ട്, ഇപ്പം ഞാൻ കുറച്ചൊക്കെ മൊബൈലിലൊക്കെ എടുക്കും, എന്നാലും അന്ന് നല്ല വില പിടിച്ച ക്യാമറയുണ്ട്, അത്യാവശ്യം പല പൈസയുണ്ട്. അപ്പോൾ എനിക്ക് ഇയാളുടെ കൂടെ പോകുമ്പോൾ ഭയമായി തുടങ്ങി. ഇയാൾ ഈ വള്ളത്തിൽ എന്നെ കൊണ്ടുപോകാണ്, നൈലിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയമായി തുടങ്ങി. ഭയം എന്ന് പറഞ്ഞാൽ ഇയാൾ എന്നെ തിരിച്ചു കൊണ്ടു വിട്ടില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല ഞാൻ അവിടെ വള്ളത്തിൽ കയറിയത്. ഇയാൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? അപ്പോൾ എൻ്റെ പൈസ ഉണ്ടെന്നൊക്കെ അയാൾക്ക് അറിയാമല്ലോ, ക്യാമറയും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. പ്രന്തമല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇനി എന്താ നാളത്തെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ നൈലിലൂടെ അടുത്ത ചില പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അറേഞ്ച് ചെയ്യാം, നാളെ എപ്പോൾ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു രാവിലെ ആയാലോ. അങ്ങനെ നമുക്ക് അടുത്ത ഗ്രാമങ്ങൾ കടന്ന് പല ഗ്രാമങ്ങളിലൂടെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര പൈസ വേണ്ടി വരും? അപ്പോൾ അയാളൊരു പൈസയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ പോകാം. ഇത് ഞാൻ പറയാൻ കാര്യം എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്, ശരിക്കും പറഞ്ഞ് പോകാനായിരുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഇയാളുടെ മുഖം തെളിഞ്ഞു. ഇയാൾ തുഴയുമ്പോഴൊക്കെ എന്തൊക്കെയോ സ്വപ്നം കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ആ വീട്ടിലെ സാഹചര്യങ്ങൾ മാറുന്നതായിരിക്കും ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാവുക. സത്യത്തിൽ അന്ന് രാത്രി അത് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേന്ന് പുലർച്ചെ എനിക്ക് അവിടെ നിന്ന് അടുത്ത നഗരത്തിലേക്ക് പോകാൻ ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ തിരിച്ചെത്തുവോളം ഒരു കൺഫ്യൂഷനിലായി. കാരണം ഇദ്ദേഹം എന്താണ് പ്രതികരിക്കാൻ എനിക്കറിയില്ലല്ലോ. ഏതായാലും യാത്ര അവസാനിച്ചു, പറഞ്ഞ തുക കൊടുത്തു. പോരാൻ നേരത്തെ അദ്ദേഹം ചോദിച്ചു നാളെ എപ്പോഴാണ് വരേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ. എന്നിട്ട് ഞാൻ പയ്യെ ഹോട്ടലിലേക്ക് കയറിപ്പോയി. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഇദ്ദേഹം ഈ ഹോട്ടലിൻ്റെ റിസപ്ഷൻ വരെ വന്നിരുന്നു. ഞാൻ അവസാനം രാത്രി ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനിലെ ഉദ്യോഗസ്ഥനോട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ? അപ്പോൾ അയാളുടെ പേര് ഇയാളെ ആൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തോട് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ നാളത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ പറ്റില്ല. അദ്ദേഹത്തെ നിങ്ങളൊന്ന് വിവരം അറിയിക്കണം ഇത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഫോണൊന്നുമില്ല, നാളെ വരുമ്പോൾ രാവിലെ വരുമ്പോഴേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെയുള്ള രാത്രിയിലുള്ള രാത്രി എന്ന് തോന്നില്ലേ ട്രെയിനിൽ ഞാൻ അവിടുന്ന് യാത്രയാണ്. ആ ട്രെയിൻ യാത്രയിലുടനീളം അതിഭീകരമായ ഒരു സംഘർഷത്തിലായിരുന്നു ഞാൻ. സംഘർഷത്തിൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറി യാത്ര തുടരുമ്പോഴാണ് എനിക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓർത്തത്. ചില സമയത്ത് നമ്മൾ മഹാമണ്ടനായി പോവും, ചില പൊട്ടനായി പോവും, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായി പോവും. എനിക്ക് യാത്ര ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു, കുറച്ച് പൈസ ഒരു കവറിലിട്ട് ഇയാളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ റിസപ്ഷനിൽ ഏൽപ്പിക്കാമായിരുന്നു. അത് കഴിഞ്ഞില്ല. ഇപ്പോഴും ആ ഈജിപ്തിലെ എപ്പിസോഡുകൾ കാണുമ്പോൾ ഓക്കെ, സന്തോഷ് ജോർജിന്റെ ഈ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യിച്ചത് ഇദ്ദേഹം എത്ര മോശക്കാരനാണെന്ന് പറയാനോ അല്ലെങ്കിൽ ദിൽഷാദ് സന്തോഷ് ജോർജിനേക്കാളും മഹാനാണെന്നോ ഒന്നും സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഒരു യാത്ര പോകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു അന്യ നാട്ടിലേക്ക് ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ ഒരാൾ എത്രത്തോളം പേടിയോടെ ആയിരിക്കും അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും അവിടെയുള്ള ഓരോരോ കാര്യങ്ങളെയും സമീപിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തത്. സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും. സന്തോഷ് ജോർജ് പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് നമ്മളും വെറും മണ്ടന്മാരായി പോകും. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യൂല, പിന്നീട് അതോർത്ത് നമ്മൾ ഖേദിക്കും. പക്ഷെ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, നമ്മൾ നിസ്സഹായരായിരിക്കും. അവിടെയാണ് ദിൽഷാദിനെ പോലുള്ള ആളുകൾ വ്യത്യസ്തരാകുന്നത്. ആഫ്രിക്കയിലുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ തന്നെ അദ്ദേഹം തീരുമാനിച്ചതാണ് അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന്. തന്റെ രണ്ടാമത്തെ യാത്രയിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന രീതിയിൽ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. ആഫ്രിക്കയിലേക്കുള്ള ആദ്യത്തെ യാത്രയിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ ദിൽഷാദിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ടാമത്തെ യാത്ര വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ തന്നെ പേടിക്കാനുള്ള എല്ലാ അവകാശവും ദിൽഷാദിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അവിടെയാണ് അദ്ദേഹം വ്യത്യസ്തനാവുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശുഭവാർത്ത കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.